ഹായ് എവ്രി വൺ. സോ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ നെഫർട്ടിറ്റി എന്ന് പറഞ്ഞ ഷിപ്പിലാണ് പോയത് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളൊരു 3 മണിയായപ്പോഴത്തേക്കും ഈ IWAയുടെ ടെർമിനലിലെത്തി. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോട്ട് ജെട്ടിയിലായിരുന്നു ഇത് കിടന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും റിഫ്രഷ്മെൻറ്റ്സും പിന്നെ കുറച്ച് സ്നാക്സും അതൊക്കെ വെച്ചിട്ടുണ്ടായി. ഞങ്ങളെല്ലാവരും അതൊക്കെ കഴിച്ചു. ചെന്നപ്പോൾ ജസ്റ്റ് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാ പാസഞ്ചേഴ്സിനെയും നല്ല അടിപൊളിയായിട്ടും എനർജറ്റിക് ആയിട്ടും വെൽക്കം ചെയ്യാൻ അതിൻ്റെ കുറച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ടായി. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു അത്. അവരെല്ലാവരും എല്ലാ പാസഞ്ചേഴ്സിനെയും നല്ലോണം എൻഗേജ് ചെയ്യിപ്പിച്ച് നല്ല ഒരു വാം വെൽക്കം എല്ലാവർക്കും തന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി പരിപാടിയായിരിക്കും എന്തായാലും നൈറ്റ് ഒരു 10 o'clock വരെയെന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കണ്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലേക്ക് പോവാൻ ഉള്ള ടൈമായി എന്ന് പറഞ്ഞു. ഷിപ്പ് എടുത്തു പയ്യെ. അപ്പോൾ എല്ലാവരും പയ്യെ മുകളിലേക്ക് പോയി. അപ്പോൾ ആ താഴെ തന്നെ ഇങ്ങനെ കുറച്ച് ഓപ്പണിങ്സ് ഉണ്ടായി. അത് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് ഈ താഴത്തെ ലെവലിൽ നിന്നുള്ള ഇങ്ങനത്തെ വ്യൂ ഒക്കെ താഴെ നിന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് അതിൻ്റെ ജസ്റ്റ് മുകളിലേക്കുള്ള നിലയിലേക്ക് പോയി. ഇവിടെയാണ് അവരുടെ ഡൈനിങ് ഏരിയ. അതൊക്കെ അങ്ങോട്ട് ഇപ്പം ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ സൺഡെക്കിലേക്കാണ് പോയത്. അപ്പോൾ മുകളിൽ ഒരാൾ ഇതിൻ്റെ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ഓരോരോ സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായി. കൊച്ചിയിൽ നിന്നല്ലാണ്ട് വന്ന കുറേ പാസഞ്ചേഴ്സ് ഉണ്ടായി. അപ്പോൾ അവർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനും ലെഫ്റ്റിലും റൈറ്റിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അവിടെ നിന്ന് ഒരു ആൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായി. നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായി. ഇതൊക്കെ മറ്റേ PPCLലേക്ക് ഓയിൽ പമ്പ് ചെയ്യുന്ന പൈപ്പ്സും അങ്ങനെയൊക്കെ ആണെന്നൊക്കെ, അതായത് എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കവർ ചെയ്ത് അവർ നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ടായി. ഷിപ്പ് യാർഡും അതിൻ്റെ ക്രെയിൻസും പിന്നെ ഇപ്പുറത്തുള്ള ഷിപ്പുകളും പിന്നെ അവിടുത്തെ ടെർമിനലിലുള്ള കണ്ടെയ്നർ ടെർമിനലിലുള്ള കാര്യങ്ങളും അവിടുത്തെ ക്രെയിനും എല്ലാം നല്ല വ്യൂ ആയിരുന്നു മുകളിൽ നിന്ന്. അതെല്ലാം കണ്ട് ഷിപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഷോറിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴത്തേക്കും വാട്ടർ മെട്രോൻ്റെ ടെർമിനൽ കണ്ടു, വാട്ടർ മെട്രോ പോകണ കണ്ടു. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ വള്ളി കെട്ടിയിട്ട് ഓരോ വണ്ടി വലിച്ചുകൊണ്ട് പോകണല്ലേ, അതേപോലെ ഒരു ഫിഷിംഗ് വെസലിൽ നിന്ന് വേറൊരു ഫിഷിംഗ് വെസൽ ഇങ്ങനെ ടൈ ചെയ്ത് പോകണം. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അങ്ങനത്തെ ഒരു സംഭവം, പക്ഷെ അതല്ല ഇതെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വന്നില്ല. ഇത് കഴിഞ്ഞ് ചായയുടെ ടൈമായപ്പോഴത്തേക്കും ഞങ്ങൾ തൊട്ട് താഴെയുള്ള ഡൈനിങ് ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിരുന്ന മറ്റേ നില കാറ്ററേഴ്സാണ്. ചായയും പിന്നെ സ്നാക്സും പിന്നെ കുക്കീസൊക്കെ ഉണ്ടായി. ഡൈനിങ് ഏരിയയുടെ ഒരറ്റത്ത് ഒരു ബാർ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റൊക്കെ ഭയങ്കര കത്തിയൊന്നുമല്ല, ജസ്റ്റ് റേറ്റൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു. പിന്നെ ഈ ചായ കുടിക്കണ ടൈം, ഞങ്ങളവിടെ ചെന്ന ടൈം തൊട്ട് അവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ ഇത് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കടലിൻ്റെ കളർ ഇങ്ങനെ പച്ച കളറല്ല ഉണ്ടാക്കണം. പക്ഷേ ഇത് കണ്ടോ, നമ്മൾ ദൂരത്തോട്ട് മാറും തോറും വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ആയി തുടങ്ങി. അപ്പോൾ പിന്നെ ജെല്ലി ഫിഷിനെയൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഞാനിതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫൈറ്റോ പ്ലാങ്ക്ടൺ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പച്ച കളർന്ന്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം കാരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. അത് കഴിഞ്ഞ് സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായി വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. പിന്നെ മുകളിലും കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അടുത്ത് കുറേ ജെല്ലി ഫിഷ് ഇങ്ങനെ പോകണ്ടായി. പിന്നെ പയ്യെ സൺസെറ്റായി. അവിടെ കുറേ പാട്ടും ഡാൻസും എല്ലാം അതിൽ എൻഗേജ് ചെയ്യണവർ അതിനകത്ത് എൻഗേജ് ചെയ്തു. അല്ലാതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണത് അവരങ്ങനെ നിന്നു. പിന്നെ ഞാൻ അവിടുത്തെ ചീഫ് എഞ്ചിനീയറിനെ കണ്ടപ്പോൾ എൻ്റെ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചു. പിന്നെ പറഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അറിയണ ആളാണെന്ന് മനസ്സിലായത്. പിന്നെ അവർ തമ്മിലായി സംസാരം. പയ്യെ സൺസെറ്റായി. കൂടുതൽ സൺസെറ്റ് ആവും തോറും ആകാശമൊക്കെ കൂടുതൽ ഭംഗി വെച്ച് തുടങ്ങി. എല്ലാവരും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നടന്നു. പറയാണ്ടിരിക്കാൻ പറ്റൂല ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിനെ പറ്റി. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഓരോ ഷോസിലൊക്കെ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് പെർഫോം ചെയ്തത്. പിന്നെ സൺസെറ്റ് ആവും തോറും ആകാശം നല്ല ഭംഗിയായി വന്നു തുടങ്ങി.
കരയിൽ നിന്ന് ഇത്രയും ദൂരം ആയതുകൊണ്ട് അധികം വേറെ ബോട്ടുകളോ വേറെ ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല പീസ്ഫുള്ളായിട്ട് സൺസെറ്റൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. പിന്നെ അവിടെ ഇങ്ങനെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സൺഡേക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞിട്ടുണ്ടായി ഓപ്പൺ സൺഡേക്കുള്ള ഒരു ക്രൂയിസ് ഇതാണെന്ന്. അതും ശരിയായിക്കാൻ ഞാൻ വേറെ ഇങ്ങനെ ഇത്രയും ഓപ്പൺ സൺഡേക്കുള്ള വേറെ ക്രൂയിസൊന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ കണ്ടക്ട് ചെയ്യണവരാവട്ടെ നല്ല എനർജറ്റിക് ആയിരുന്നു. സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്രൂസിൻ്റെ സൈഡിലുള്ള ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ലൈറ്റും കൂടി ഇട്ടപ്പോഴത്തേക്കും കുറച്ചും കൂടി കളറായി. വേറെ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, നമ്മളിങ്ങനെ കടലിൻ്റെ അകത്തോട്ട് പോകുന്നതോറും വെള്ളത്തിൽ ഇങ്ങനെ ചില സ്ഥലത്ത് ചില വ്യത്യാസങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും, തരി പോലെയൊക്കെ. അപ്പോൾ അതിങ്ങനെ മീനിൻ്റെ കൂട്ടങ്ങൾ പോണതാണ്. നമുക്ക് ജസ്റ്റ് അതൊരു മീൻകൂട്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല കഴിവുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫിഷർമാനൊക്കെ അത് ഏത് മീനിൻ്റെയാണെന്ന് മനസ്സിലാവും. പിന്നെ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് വന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നറിൻ്റെ ടൈമായി. നീല കാറ്ററേഴ്സാണ് അതും ചെയ്തത്. പിന്നെ ലൈവ് മ്യൂസിക് ഉണ്ടായി. അതിൻ്റെ ആർട്ടിസ്റ്റുകളായാലും ഭയങ്കര ടാലൻറ്റഡ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കരയോട് അടുത്ത് തുടങ്ങി. അപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഷിപ്പുകളും പിന്നെ പല ലൈറ്റ്സൊക്കെ ഇട്ടപ്പോഴത്തേക്കും കൊച്ചി കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ചീനവലകളുടെ ആ ഭാഗമൊക്കെ ലൈറ്റ് ഇടുമ്പോഴാണ് ദൂരെ നിന്ന് കാണാനും വേറൊരു പ്രത്യേക ഭംഗിയാണ്. രാവിലെ കാണുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് രാത്രി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വല്ലാർപാടം ടെർമിനലിൻ്റെ സൈഡിൽ കൂടെ ആയി. അവിടെയൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റ്സ് ആയിരുന്നു. ഇങ്ങനെ കണ്ടെയ്നർ ടെർമിനലും പിന്നെ ഓരോ പാലങ്ങളും അതൊക്കെ കണ്ടു. ഇതൊക്കെ അപ്പോഴേക്കും നമ്മൾ കരയോടടുത്ത കാരണം വേറെ പല ബോട്ടുകളും മറൈൻ ഡ്രൈവിൽ നിന്നുള്ള പല ലൈറ്റ് ഇട്ട ബോട്ടുകളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ചെറുതാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും DJ ആയി, ആൾക്കാർ കൂടുതൽ ആക്റ്റീവായി. പോണ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും ഒന്നും കൂടി എനർജറ്റിക്കായി. സൈഡിൽ കണ്ടത് ആ മറൈൻ ഡ്രൈവ് ഏരിയയൊക്കെയാണ്. അവിടെയൊക്കെ ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും നല്ല രസമാണ് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ കാണാൻ. ഇതപ്പോൾ ഞങ്ങൾക്ക് പെർ ഹെഡ് വന്നത് 2.5K ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. ബൈ.